ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 17-ാമത്തെ അധ്യായം 13 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ ഞാൻ സുവിശേഷ ഭാഗമായിട്ട് ഇന്ന് വായിച്ച വേദഭാഗമാകുന്നല്ലോ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ chapter 17 verses commencing from 13 through 23. ഈ വേദഭാഗത്തിൽ നിന്ന് അല്പനേരം സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് മാർത്തോമാ സഭയായി എക്യുമെനിക്കൽ സൺഡേയായി വേർതിരിച്ചിരിക്കുന്ന ഒരു ഞായറാഴ്ചയാകുന്നുവല്ലോ. ചർച്ച് that needs to be one in Christ. ക്രിസ്തുവിൽ ഒന്നായിരിക്കേണ്ട സഭ എന്നുള്ളതാണ് ഇന്നത്തെ ധ്യാനത്തിന് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം എന്നുള്ളത്. എക്യുമെനിസം എന്ന വാക്ക് എപ്പോഴും നാം കേൾക്കുന്ന ഒരു വാക്കാണ്. ഗ്രീക്ക് ഭാഷയിലെ ഒയ്ക്യുമെനെ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്യുമെനിസം എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. ദ മീനിങ് ഓഫ് ഒയ്ക്യുമെനെ ഈസ് ദ ഇൻഹബിറ്റഡ് വേൾഡ്, അധിവാസ ലോകം എന്നുള്ളതാണ്. അതായത് ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാവരും ഒന്നു ചേർന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഭൂതലത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള, ലോകമെല്ലാം ഒന്നാകുന്ന ഒരു ഭാവി സ്വർഗീയ ദർശനമാണ് എക്യുമെനിസം എന്ന് പറയുന്ന പദം കൊണ്ടും അതിൻ്റെ ആശയം കൊണ്ടും അർത്ഥമാക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ക്രൈസ്തവ സഭകൾ ഭിന്നിച്ചിരിക്കുന്നത് പോലെ ഇന്ന് ലോകത്തിലെ മറ്റൊന്നും ഇത്രമാത്രം ഭിന്നിച്ചിരിക്കുന്നില്ല. ഏകദേശം 45,000-ഓളം 45,000 ആൻഡ് എബവ് സഭകളും അതിനോട് ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളും ഇന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രമാത്രം സഭകളും പ്രസ്ഥാനങ്ങളുമുള്ള സാഹചര്യത്തിൽ അവരുടെ ഇടയിൽ ഇപ്രകാരമുള്ള ഒരു ഐക്യം, ഒരു എക്യുമെനിസത്തിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഭാവം ഒന്നും കാണാനായിട്ട് സാധ്യമല്ല. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പലയിടങ്ങളിലേക്കൊക്കെ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ സഭകളൊക്കെ അങ്ങ് ഇറങ്ങി പുറപ്പെടുകയാണ്. പലത് വെട്ടിപ്പിടിക്കാനും, പള്ളികൾ വെട്ടിപ്പിടിക്കാൻ, തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുവാൻ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ അടുത്തിടയിൽ ഈ സഭകൾ തമ്മിലുള്ള എക്യുമെനിസത്തിന് ഒരുമിച്ച് ചേരുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു ശുഭഭാവി ഉണ്ട് എന്നുള്ള ഒരു പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മാർത്തോമാ സഭ ഈ നാളുകളിൽ ഇതര സഭകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയും ഇതര സഭകളെ അംഗീകരിക്കുകയും ഇതര സഭകളുമായിട്ടുള്ള ചർച്ചകളിൽ പങ്കുകൊള്ളുകയും എക്യുമെനിസം എക്യുമെനിക്കൽ വേദികളിൽ ഇതര സഭകളുമായിട്ടുള്ള സഹവർത്തിത്വമൊക്കെ കാത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സഭയാണ് എന്നുള്ളതിൽ നാം അഭിമാനിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ വേദഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശു കർത്താവിൻ്റെ ഹൈ പ്രീസ്റ്റ്ലി പ്രയറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, തൻ്റെ ശുശ്രൂഷ ഈ ലോകത്തിൽ പൂർത്തിയാകുന്നതിനോട് അനുബന്ധിച്ച് യേശു കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് മഹാപുരോഹിത പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിച്ചത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ സന്ദേശം കേട്ട് ഭാവിയിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഡെട്രോയിറ്റ് മാർത്തോമാ ഇടവകയിലെ വിശ്വാസികൾക്ക് വേണ്ടി യേശു കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് വലിയൊരു അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ്, സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇന്ന് മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷമുണ്ടാകുന്നു, അതിനേക്കാളും ഒക്കെ ഇരട്ടി സന്തോഷമാണ് യേശു കർത്താവ് തൻ്റെ പരസ്യശുശ്രൂഷയുടെ സമയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. ഈ മഹാപുരോഹിത പ്രാർത്ഥനയിൽ
ഭാവിയിൽ തന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്ത് നിന്ന് ഐക്യവുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്തുവിൽ ഒന്നായി ചേരുമ്പോൾ അംഗങ്ങൾക്കും സഭകൾക്കും അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ചില അനുഭവങ്ങളെക്കുറിച്ച് ഞാനിന്ന് ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ഈ പ്രാർത്ഥനയിൽ നിന്നുള്ള ഒരു 4 ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ഈ പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് അവർക്ക് സന്തോഷമുണ്ടാകണം എന്നുള്ളതാണ്. സന്തോഷം, ജോയ്. കർത്താവ് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, ഐ സേ ദീസ് തിങ്സ് വൈൽ ഐ ആം സ്റ്റിൽ ഇൻ ദ വേൾഡ് സോ ദാറ്റ് ദേ മേ ഹാവ് ദ ഫുൾ മെഷർ ഓഫ് മൈ ജോയ് വിത്തിൻ ദം. എൻ്റെ സന്തോഷം അവരിൽ പൂർണ്ണമാകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തിനു വേണ്ടി, ഒരു യഥാർത്ഥമായ ജോയ്ക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ന് ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ എന്ത് ചെയ്തിട്ടും ലഭിക്കാതെ പോകുന്ന ഒന്നാണ് സന്തോഷം. യഥാർത്ഥമായിട്ടുള്ള സന്തോഷം എങ്ങനെ പ്രാപിക്കണമെന്ന് സഭകൾക്കും സമൂഹങ്ങൾക്കുമൊക്കെ അറിയാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലതും ചെയ്യുന്നു, പലതും കാണുന്നു, പലതും ആസ്വദിക്കുന്നു, പലതിൻ്റെയും അനുഭവക്കാരായിട്ട് മാറുന്നു. ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം പ്രാപിപ്പാനായിട്ട് സാധ്യമാകുന്നില്ല. കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, യഥാർത്ഥത്തിലുള്ള സന്തോഷം, അവരുടെ സന്തോഷം പൂർണ്ണമാകണം. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിനെക്കുറിച്ച് ഒരു കഥ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കൽ ഒരു സാങ്കല്പിക കഥയാണ്. ദൈവങ്ങളെല്ലാം കൂടി ഒരു മീറ്റിംഗ് കൂടി സന്തോഷമെന്ന് പറയുന്ന വികാരം എവിടെ ഒളിപ്പിച്ചു വെക്കും. അപ്പോൾ ഒരാൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, സമുദ്രത്തിൽ കുഴിച്ചിടാം, അവിടെ ആരും ചെന്ന് കണ്ടെടുക്കുകയില്ല. അപ്പോൾ അവരാലോചിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, മനുഷ്യർ വളരെ ബുദ്ധിശാലികളാണ്, അവരെന്തെങ്കിലും സമുദ്രത്തിലൊക്കെ അവിടെ കണ്ടുപിടിച്ച് ചെന്ന് ഈ സന്തോഷം കണ്ടെത്തും. ഉടനെ പിന്നീട് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഭൂമിയുടെ അടിയിൽ കുഴിച്ചിടാം. അപ്പോഴും അവരാലോചിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, മനുഷ്യർ വളരെ ബുദ്ധിശാലികളും അധ്വാനശീലരുമൊക്കെയാണ്, അവരൊരു നാളിൽ ഭൂമി തുറന്ന് ഈ സന്തോഷം കണ്ടെത്തും. അവസാനം ആ ദേവസഭ ഒരുമിച്ചൊരു തീരുമാനമെടുത്തു, നമുക്കൊരു കാര്യം ചെയ്യാം, സന്തോഷം അവരുടെ ഉള്ളിൽ തന്നെ കുഴിച്ചിടാം. തൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള സന്തോഷം ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നറിയാതെ ചുറ്റുപാടുകളിലുള്ള പലതിലും സന്തോഷം കണ്ടെത്തി അവരിങ്ങനെ ഓടി ഓടി അവരുടെ ആയുസ് മുഴുവൻ പാഴാക്കും എന്ന് അവരൊരു തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇതൊരു സാങ്കല്പിക കഥയാണെങ്കിലും ഇന്ന് മനുഷ്യർ സന്തോഷത്തിന് വേണ്ടി പരക്കം പായുകയാണ്. കസ്തൂരി മാൻ തൊട്ടടുത്തുള്ള കല്ലിൽ നിന്നാണോ സുഗന്ധം വരുന്നത്, പുല്ലിൽ നിന്നാണോ സുഗന്ധം വരുന്നത് എന്നിങ്ങനെ മണപ്പിച്ച് നടക്കുകയാണ്. തൻ്റെ ശരീരത്തിൽ നിന്നാണ് സുഗന്ധം വരുന്നതെന്നറിയാതെ ചുറ്റുപാടുകളിൽ മണപ്പിച്ച് നടക്കുന്നത് പോലെ മനുഷ്യരിന്ന് പലതിൻ്റെയും അനുഭവത്തിൽ ഇങ്ങനെ സന്തോഷം തേടി അലയുകയാണ്. കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ, യഥാർത്ഥത്തിൽ അവരുടെ സന്തോഷം പൂർണ്ണമാവണം. എങ്ങനെ? എന്നിൽ വസിക്കുന്നതിലൂടെ, എൻ്റെ മക്കളായി അവർ തീരുന്നതിലൂടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിലുള്ള സന്തോഷം, സഭകൾ സന്തോഷമുള്ള സഭയായിട്ട് മാറണമെങ്കിൽ, ഭിന്നതകൾ വെടിഞ്ഞ് ഐക്യത്തിൽ ജീവിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ യേശു കർത്താവിനെ ഉൾക്കൊള്ളുന്നതായിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ പാർക്കണമെങ്കിൽ ആ കുടുംബത്തിൽ യേശു കർത്താവിന് മുഖ്യമായ സ്ഥാനം ഉണ്ടായിരിക്കണം, അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് സന്തോഷം പൂർണ്ണമാകാനാണ് കർത്താവ് ആദ്യമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. രണ്ടാമതായി കർത്താവ് പ്രാർത്ഥിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു അനുഭവമാണ്. ഇവിടെ വേദഭാഗത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംരക്ഷണത്തിന് വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. പ്രൊട്ടക്ഷൻ. എന്തിൽ നിന്നാണ് പ്രൊട്ടക്ഷൻ? ഇവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ വാക്യം 15, മൈ പ്രയർ ഈസ് നോട്ട് ദാറ്റ് യു ടേക്ക് ദം ഔട്ട് ഓഫ് ദ വേൾഡ് ബട്ട് ദാറ്റ് യു പ്രൊട്ടക്ട് ദം ഫ്രം ദ ഈവിൾ വൺ. എൻ്റെ പ്രാർത്ഥന അവരെ ലോകത്തിൽ നിന്ന് എടുത്തു കളയണമെന്നുള്ളതല്ല. അവർ ലൗകികന്മാരല്ലാതെ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് പിറകെ ഓടാതെ വിശുദ്ധിയോടെ ജീവിക്കുന്നവരാണ്. പക്ഷേ അതുകൊണ്ട് അവരെ
ലോകം അവർക്ക് എപ്പോഴും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, മറിച്ച് ദുഷ്ടനിൽ നിന്ന് അവരെ, ദുഷ്ട മനുഷ്യരിൽ നിന്ന് അവരെ രക്ഷിച്ചു കൊള്ളണമെന്നാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യത്തിലും നമ്മൾ കാണുന്ന ഇതാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും അങ്ങനെയാണ്. ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു കൊള്ളണമേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. സാക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ജീവിതത്തിന് എപ്പോഴും തടങ്കൽ പാറയായിട്ട് നിൽക്കുന്നതാണ് ദുഷ്ടമനുഷ്യർ. അതുകൊണ്ടാണ് കർത്താവ് അയക്കുമ്പോൾ പറയുന്നത്, കുഞ്ഞാടുകൾ ചെന്നായ്ക്കളുടെ മധ്യത്തിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു സഭയ്ക്ക് വേരുറച്ച് ഒരു സഭയായി ശുശ്രൂഷ ചെയ്യണമെങ്കിലും സാക്ഷ്യം നിർവഹിക്കാനായിട്ട് ഇടയാകണമെങ്കിലും അത് മറ്റുള്ള ശക്തികളിൽ നിന്ന് ഒരു സംരക്ഷണം ആവശ്യമാണ്. നമ്മളുടെ യഥാർത്ഥത്തിലുള്ള സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു കർത്താവ് നമുക്ക് കുരിശിലൂടെ നേടിത്തന്ന സംരക്ഷണമാണ്. വിവാഹത്തിൻ്റെ കൂദാശയുടെ സമയത്ത് നമ്മൾ അത് പാടുന്നുണ്ട്. മശിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാക്കുന്നു, അല്ലേ? മാംസം രക്തം മോതിരമായി എന്ന് നമ്മൾ പാട്ടുകൾ പാടുന്നുണ്ട്. കാരണം സഭയാകുന്ന മണവാട്ടിയെ തൻ്റെ രക്തത്താൽ, തൻ്റെ യാഗത്താൽ വിലയ്ക്ക് വാങ്ങിയ സത്യ മണവാളനാണ് യേശു കർത്താവ്. അവൻ്റെ കുരിശിൽ കൂടെ അവൻ നൽകുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇതൊന്നും തിരിച്ചറിയാതെ ഇന്ന് സഭകൾ തെരുവീതികളിൽ ഇറങ്ങുന്നത് എന്തിനാണെന്നറിയാമോ? ഈ വിശ്വാസം സംരക്ഷിക്കാനാണ്, തങ്ങളുടെ സഭയെ സംരക്ഷിക്കാനാണ്, തങ്ങളുടെ യേശു കർത്താവിനെ സംരക്ഷിക്കാനാണ്, തങ്ങളുടെ ദൈവത്തെ സംരക്ഷിക്കാനാണ്. ദൈവത്തിന് വേണ്ടി പോരാടുകയും ആയുധമെടുക്കുകയും വെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള സഭയുടെയും സഭാവിശ്വാസികളുടെയും സഭാമക്കളുടെയും സംരക്ഷണം എന്ന് പറയുന്നത് യേശു കർത്താവ് നേടിത്തന്ന ഒരു സംരക്ഷണമാണ്. അവൻ്റെ കുരിശിൽ കൂടെ, അവൻ്റെ പരമയാഗത്തിലൂടെ അവൻ വീണ്ടെടുത്തു തന്ന സംരക്ഷണമാണ്. ആ സംരക്ഷണം അനുഭവിപ്പാൻ, ആ കുരിശിൻ്റെ തണലിൽ അഭയം തേടി, അതുപോലെ ജീവിതത്തിലെ മരിപ്പിക്കേണ്ട അനുഭവങ്ങളെ മരിപ്പിച്ച് പുതിയ വ്യക്തികളായിട്ട് ജീവിപ്പാനാണ് സഭയെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ഈ പ്രാർത്ഥനയിൽ കൂടെ നാം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് സംരക്ഷണത്തിന് വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. 3, കർത്താവ് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. സാങ്ക്ടിഫിക്കേഷൻ. കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്നു, സാങ്ക്ടിഫൈ ദം, വേഴ്സ് 17, സാങ്ക്ടിഫൈ ദം ബൈ ദ ട്രൂത്ത്, യുവർ വേർഡ് ഈസ് ട്രൂത്ത്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. എന്നിട്ട് പിന്നെ പറയുന്നു, നിൻ്റെ വചനം സത്യം ആകുന്നു. അപ്പോൾ എന്തിലാണ് വിശുദ്ധീകരണം വേണ്ടത്? സഭയ്ക്കും സമൂഹത്തിനും വ്യക്തികൾക്കും ശുദ്ധീകരണം വേണ്ടത് എങ്ങനെയാണെന്ന് കർത്താവ് വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. എന്നിട്ട് പിന്നെ പറയുന്നു, നിൻ്റെ വചനം സത്യമാകുന്നു. അപ്പോൾ എന്തിലാണ് നമുക്ക് ശുദ്ധീകരണം വേണ്ടത്? എന്തുപയോഗിച്ചാണ് നമുക്ക് ശുദ്ധീകരണം വേണ്ടത്? ജീവനുള്ള സത്യവചനത്താലാണ് നമുക്ക് ശുദ്ധീകരണം വേണ്ടത്. സോ ലെറ്റ് us go back to the word of God. Let us listen his word. Let us rededicate ourselves before the throne of grace in the light of the word of God. ദൈവവചനത്തിനെ മുൻനിർത്തി ശുദ്ധീകരിക്കപ്പെടുന്നവരായിട്ട് നമ്മൾ തീരണമെന്ന് ദൈവവചനം നമ്മളെക്കുറിച്ച്, കർത്താവായ യേശു ക്രിസ്തു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവവചനം ധ്യാനിപ്പാൻ, ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഇന്ന് വ്യക്തികളായി കുടുംബങ്ങളായി നമുക്ക് സാധിക്കുന്നുണ്ടോ? വ്യക്തിപരമായിട്ടുള്ള ധ്യാനത്തിനായിട്ട് സമയം വേർതിരിക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ മറ്റെന്തിനെല്ലാം സമയം കണ്ടെത്തുന്നുണ്ട്. എന്നാൽ ശാന്തമായി ദൈവവചനം വായിക്കുന്നതിനും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനും അല്പനേരം പേഴ്സണൽ ധ്യാനത്തിലായിരിക്കുന്നതിനും ദൈവവുമായിട്ട് സംസാരിക്കുന്നതിനും നമുക്ക് സമയം കിട്ടുന്നുണ്ടോ എന്നൊന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നീ അവരെ ശുദ്ധീകരിക്കണമേ. എങ്ങനെ ശുദ്ധീകരിക്കണം? വചനത്താൽ ശുദ്ധീകരിക്കണം.
ഇന്നത്തെ കാലത്ത് നാം ജീവിക്കുമ്പോൾ വി നീഡ് എ സാങ്ക്ടിഫിക്കേഷൻ ഇൻ ദ ലൈറ്റ് ഓഫ് ദ വേർഡ്. ദൈവവചനത്താൽ നമുക്കൊരു ശുദ്ധീകരണം ഇന്നത്തെ കാലയളവിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം എന്ത് വെച്ചിരിക്കുന്നത്? കുമ്പസാര പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. ഉറങ്ങിയിട്ട് കുമ്പസാര പ്രാർത്ഥന പറയാനല്ല. ചിലപ്പോഴൊക്കെ ചിലയിടത്തെങ്കിലും പ്രസംഗിക്കുമ്പം, ഞാനിവിടെ ഒന്നും പറയാമല്ല, ഇതൊന്നും വിചാരിക്കില്ല, ആരും കണ്ടോണ്ടൊന്നും അല്ല കേട്ടോ, ചുമ്മാ പറയുന്ന. ചിലയിടത്തൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കും നമ്മളെ ഇങ്ങനെ. കാരണം പ്രസംഗിക്കുന്നത് അവർക്കൊരു ബന്ധമേ അല്ല, ഒരു വിഷയമേ അല്ല. മനസ്സിലായി? കാരണം പ്രസംഗിക്കുന്ന സമയം ഉറങ്ങാനുള്ള സമയമാണ്. എത്ര നേരം കൊണ്ട് പ്രസംഗം തീരും എന്നുള്ളത് ഒരു വലിയ കാര്യവും കൂടിയാണ്. ഇന്നത്തെ കാലത്ത് നാം നോക്കുമ്പോൾ ഇന്ന് ഓൺലൈനിൽ ഒന്ന് ഞെക്കിയാൽ എത്ര പ്രസംഗങ്ങളാണ് കേൾക്കുന്നത്. മാരാമൻ കൺവെൻഷൻ പോലും അവിടെ ഇരുന്ന് പൊടിയടിച്ച് കേൾക്കുന്നവരെക്കാട്ടിലും ഭംഗിയായിട്ട് ഇവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റും. ഡയോസഷൻ കൺവെൻഷനുകളൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. ഈ എത്രയോ പ്രസംഗകർ 1 മണിക്കൂർ നിന്ന് കത്തിക്കുക. അത് കേൾക്കാൻ നമുക്ക് നമ്മുടെ സ്വീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് മൊബൈൽ ഓണാക്കുകയോ ലാപ്ടോപ്പ് ഓണാക്കുകയോ നമുക്കുള്ള കാര്യങ്ങൾ എന്തുണ്ടോ, വാച്ച്, സ്മാർട്ട് വാച്ചോ എന്തോ വേണമെങ്കിലും ഓണാക്കിയാലും നമുക്ക് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യാം. ഡ്രൈവ് ചെയ്യുമ്പോഴും കേട്ടുകൊണ്ടിരിക്കാം. എന്ത് സൗകര്യമാണ്! ദൈവവചനം ഇന്ന് നമ്മുടെ സ്വീകരണ മുറിയിൽ നമ്മളെ കാത്തിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ബട്ട് ആർ യു റെഡി ടു ബി സാങ്ക്ടിഫൈഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്? ദൈവവചനത്താൽ ഒരു ശുദ്ധീകരണം നമുക്ക് ഈ നാളുകളിൽ ആവശ്യമാണ്. ഇത് തിരിച്ചറിയാത്ത സഭയാണ് എന്നും തകർച്ചയിലേക്ക് പോകുന്നത്. ദൈവവചനത്തിന് പ്രാധാന്യമില്ല. ദൈവവചനത്തിനനുസരിച്ച് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമെന്നുള്ള അനുതാപ ഹൃദയമില്ല. എന്തൊക്കിനു വേണ്ടിയൊക്കെയോ വെട്ടിപ്പിടിക്കുകയും തെരുവീതികളിൽ യുദ്ധമിടുകയും ചെയ്യുന്ന, പരസ്പരം പോരടിക്കുകയും ചെയ്യുന്ന മലങ്കാക്കകളായി സഭകൾ അധിപ്പതിച്ചു പോയതാണ് ഇന്നത്തെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. ഒരുപാട് നീണ്ടുപോകും, ഈ പ്രസംഗവും നീണ്ടുപോയി വിമർശിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് 4-ാമത്തെ കാര്യത്തിലേക്ക് പ്രവേശിക്കാം. 4-ാമതായിട്ട് കർത്താവ് പറയുന്നത് ഒരു സാക്ഷ്യത്തിന് വേണ്ടിയാണ്. ഒരു സാക്ഷ്യത്തിന് വേണ്ടി. അതായത് ഇവിടെ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? ഞാൻ ഈ 4-ാം വാക്യത്തിൽ പറയുന്ന 20-ാം വാക്യത്തിൽ പറയുന്നു, വേഴ്സ് 20, മൈ പ്രെയർ ഈസ് നോട്ട് ഫോർ ദം എലോൺ, I pray also for those who will believe in me through their message. അവരുടെ പ്രസംഗം കേട്ട ഇവർക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഈ ശിഷ്യഗണത്തിന് വേണ്ടി മാത്രമല്ല, എൻ്റെ ദൈവമേ, അവരുടെ സന്ദേശം കേട്ട് വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ കാലഘട്ടങ്ങളിൽ സഭയുടെ മക്കളായി വിശ്വാസികളായി ജീവിക്കുമ്പോൾ നമ്മുടെ മെസ്സേജ് കേട്ട് ഈ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വരുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നെന്ന് കർത്താവ് പറയുന്നു. അതായത് നിന്നെ ഒരു അപ്പനായി, അമ്മയായി, സഹോദരിയായി, മകനായി, മകളായി ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ, ഒരു ദേശത്ത്, ഒരു സഭയിൽ നട്ടിരിക്കുമ്പോൾ നിൻ്റെ പ്രവൃത്തി കൊണ്ടും നിൻ്റെ വാക്കുകൊണ്ടും അറിഞ്ഞും അറിയാതെയും നീ പ്രഘോഷിക്കുന്ന ദൈവവചനത്തിൻ്റെ വിത്തുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എന്തുമാത്രം വേരോടി ഫലം കായ്ക്കുന്നുവോ അപ്രകാരം രൂപാന്തരപ്പെടുന്ന ജീവിതങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് കർത്താവ് പറയാൻ ശ്രമിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഒരു വിറ്റ്നസ് അത് ഭംഗിയായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ഈ വിറ്റ്നസ് നടക്കുന്നത്? 2 കാര്യങ്ങളിലൂടെയാണ്. തുടർന്ന് കർത്താവിൻ്റെ പ്രാർത്ഥന നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്ന്, യൂണിറ്റിയിലൂടെ. അബൈഡ് ഇൻ ക്രൈസ്റ്റ്. കർത്താവിൽ വസിച്ച് സഭയുടെ അംഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് സ്നേഹത്തോടെ ജീവിക്കുന്നതിലൂടെ നമുക്ക് ഈ സാക്ഷ്യം നിർവഹിക്കാനായിട്ട് സാധിക്കും. ഏത് സഭയ്ക്ക് ഐക്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ സാധിക്കും? പരസ്പരം പലതിൻ്റെയും പേര് പോരടിക്കുകയാണ്. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, കുരിശെന്ന് പറയുന്നത് 2 ലൈനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, വെർട്ടിക്കലും ഹൊറിസോണ്ടലും. വെർട്ടിക്കൽ എന്ന് പറയുന്നത് വി ഷുഡ് മെയിൻറ്റെയിൻ എ റിലേഷൻഷിപ്പ് വിത്ത് ദ ഓൾമൈറ്റി ഗോഡ്. ഹൊറിസോണ്ടൽ റിലേഷൻ എന്ന് പറയുന്നത് വി ഷുഡ് മെയിൻറ്റെയിൻ എ റിലേഷൻഷിപ്പ് വിത്ത് ഫെലോ ബീയിങ്സ്. 10 കൽപ്പനകളുടെ ചുരുക്കം അതാണ്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏത് സന്ദേശത്തിൻ്റെയും ഒരു ചുരുക്കം അതാണ്: ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മനുഷ്യരെ പകയ്ക്കുകയും കൂട്ടായ്മ വേണ്ട എന്ന് വയ്ക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരല്ല. ദൈവത്തെ സ്നേഹിക്കണം, എന്നാൽ അതുപോലെ തന്നെ മനുഷ്യരെ സ്നേഹിക്കുന്നവരുമായിട്ട് ജീവിക്കണം. അതിന് അപ്രകാരമുള്ള ഒരു ഐക്യം രൂപപ്പെടണം.
അപ്രകാരമുള്ള ഒരു ഐക്യം, അതിൽ കൂടെയാണ് സാക്ഷ്യം. കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലൊരു ഐക്യം ഉണ്ടായിരിക്കണം. പടലമിണങ്ങി ജീവിക്കുന്ന, പരസ്പരം പോരടിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് എങ്ങനെയാണ് ഒരു നല്ല സഭയായിട്ട് തീരാൻ സാധിക്കുന്നത്? വ്യക്തികൾ ചേരുമ്പോഴാണല്ലോ കുടുംബങ്ങൾ ചേരുമ്പോഴാണല്ലോ സഭകൾ ചേരുമ്പോഴാണല്ലോ ഈ ലോകത്തിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ കൂടുതൽ വിസ്തൃതമാകുന്നതും വളരുന്നതും. അപ്പോൾ യൂണിറ്റിയാണ് വലിയൊരു പ്രാധാന്യം. യൂണിറ്റിയിൽ കൂടെ വിറ്റ്നസ്. മറ്റൊന്ന് കർത്താവ് പറയുന്നു, സ്നേഹത്തിലൂടെ, ലവ്, പരസ്പരമുള്ള സ്നേഹത്തിലൂടെ, ദൈവിക സ്നേഹത്തിലൂടെ നമുക്ക് ഈ ലോകത്തിൽ ഐക്യം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ്? നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോൾ ഐക്യത്തിലൂടെയും സ്നേഹത്തിലൂടെയും സാക്ഷ്യം നിർവഹിക്കുക. ഈ സാക്ഷ്യം നിർവഹിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഐ പ്രേ ഓൾസോ ഫോർ ദോസ് ഹു വിൽ ബിലീവ് ഇൻ മീ ത്രൂ ദെയർ മെസ്സേജ്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ കുർബാന കൊണ്ടിട്ട് പോയി എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് കണ്ടാണ് കുഞ്ഞുങ്ങളും തലമുറകളും വളർന്നു വരുന്നത്. ഏറ്റവും വലിയ പാഠപുസ്തകം അവനവൻ്റെ വീടാണ്. ഒരു കുട്ടിയെ രൂപപ്പെടുത്തുന്നതും അവൻ്റെ ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് അവൻ്റെ വീടാണ്. അവൻ്റെ ഫസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവൻ്റെ അമ്മയും അപ്പനുമാണ്. ഇതിന് തർക്കിക്കാൻ യാതൊരു വഴിയും വേറെ കാണുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മെസ്സേജ്, നമ്മുടെ ജീവിതം കൊണ്ട് നാം കൊടുക്കുന്ന മെസ്സേജ്, നമ്മുടെ വാക്കുകൾ കൊണ്ട് കൊടുക്കുന്ന മെസ്സേജ്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് കൊടുക്കുന്ന മെസ്സേജ്, നാം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, അതിൽ കൂടെ നാം കൊടുക്കുന്ന ഒരു മെസ്സേജ്, അതാണ് സഭയുടെ വളർച്ച, അതാണ് ദൈവരാജ്യത്തിൻ്റെ വളർച്ച, അതാണ് സാക്ഷ്യപൂർണമായ ജീവിതങ്ങളെ കെട്ടുപണി ചെയ്യുന്ന ഒരനുഭവം. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞത്. ഒന്ന്, എന്താണ്? സന്തോഷം, യഥാർത്ഥത്തിലുള്ള സന്തോഷം. മറ്റൊന്ന്, സംരക്ഷണം, പ്രൊട്ടക്ഷൻ. 3, എന്താണ് 3? ശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. 4, എന്താണ് 4-മത്തെ? സാക്ഷ്യം, വിറ്റ്നസ്. ഈ സാക്ഷ്യം സാധ്യമാകുന്നത് യൂണിറ്റിയിൽ കൂടിയും സ്നേഹത്തിൽ കൂടിയുമൊക്കെയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ഈ വചനത്താൽ ശക്തീകരിക്കട്ടെ. Now I request Mrs. Jaya Paul to lead us in prayer.